വയനാട് നല്ല രീതിയിലുള്ള വിജയം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക UDF-ന് എന്ന് നമുക്ക് അറിയാം. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും അത് ആവർത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ. ഏതായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായ വിധിയെഴുത്താവുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അന്ന് തന്നെ പറഞ്ഞതാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചതാണ്, മറ്റൊരു മണ്ഡലത്തിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്, പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വളരെ പിന്നിലുമാണ്. ആ ഒരു സ്ഥിതി അല്ല, അതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതാണ് ശരി. ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരവും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ ചേലക്കരയിൽ സാധിക്കുമായിരുന്നില്ല. അത് വളരെ ലളിതമായ ഒരു സത്യമാണ്. അന്നത്തേക്കാൾ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധിക്കുന്നു പറഞ്ഞാൽ പിന്നെ എന്ത് ഗവൺമെൻറ് വിരുദ്ധതയാണ്? അപ്പോൾ ഗവൺമെൻറ് വിരുദ്ധതയെ പറ്റി പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അവർക്ക് UDF-ന് VD സതീശന് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതെ, ആയില്ലല്ലോ. സർക്കാർ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന എന്തോ ആകുമെന്ന് പറഞ്ഞിട്ട് ആയില്ലല്ലോ. ആയില്ല എന്ന് വ്യക്തമായല്ലോ. ഞാനീ പറഞ്ഞതാണ് കാര്യം. ഇവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയെന്ന് പറയുന്നത് SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും വോട്ടൊപ്പം കൂട്ടണം. അതെന്തേ നിങ്ങൾ കൂട്ടാതെ? നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്തേ നിങ്ങളിത് കൂട്ടാതെന്ന്? SDIP-കാരൻ്റെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പ്രകടനം നടന്നല്ലോ അവിടെ. വിക്ടോറിയ കോളേജിന് മുമ്പിൽ ആദ്യം നടത്തിയ പ്രകടനം UDF-ൻ്റെ അല്ല, ആദ്യം നടത്തിയ പ്രകടനം SDPI-കാരൻ്റെയാണ്. അപ്പോൾ ഇതിലൊന്നും ഒരു അത്ഭുതമില്ല. ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഭാഗങ്ങളെയും ഇടതുപക്ഷ വിരുദ്ധ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് നേടിയിട്ടുള്ള ഒരു വിജയമായിട്ട് മാത്രമേ പാലക്കാട് കാണേണ്ടിയുള്ളൂ. എന്നാൽ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ മത്സരിക്കാനുള്ള ശേഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാവും. മാത്രമല്ല, P. സരിൻ എന്ന് പറയുന്ന ഡോക്ടർ P. സരിൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽക്കൂട്ടാണ്. CPM-ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആദ്യം അവതരിപ്പിച്ച ഈ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ അതിശക്തിയായ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക. ഒരു തരത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയാണല്ലോ പലരും വിചാരിക്കുന്നത്, ഇലക്ഷൻ കഴിയുമ്പോൾ എന്തൊക്കെ ആയി പോകുന്നുള്ളതല്ല. എല്ലാം ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഇടതുപക്ഷം ശക്തിയായിട്ട് ഒപ്പം നിർത്തി പോകാനാണ് ശ്രമിക്കുന്നത്. അത് അന്ന് മത്സരം വളരെ ദുർബലമായിരുന്നല്ലോ. അത് രാധാകൃഷ്ണനാണല്ലോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ ചരിത്രത്തിലില്ലാതെ ഭൂരിപക്ഷം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം പ്രദീപിന് കിട്ടിയ ഭൂരിപക്ഷം 10,000 കുറവാണ്, 10,000-ന് അതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കിട്ടിയത് 5,000-ൻ്റെ ഭൂരിപക്ഷമാണ്. അതും രാധാകൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ആ രാധാകൃഷ്ണൻ കിട്ടിയ 5,000-ൽ നിന്ന് 12,122 എത്തി. അപ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. BJP-യുടെ വോട്ട് യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് എന്നുള്ളത് സൂക്ഷ്മ പരിശോധന നിങ്ങളാണ് നടത്തുന്നത്. ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു പദം ഉപയോഗിച്ചിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അതിങ്ങനെയാണ്: ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത്. ഇല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ തന്നെ സാധിക്കില്ല. BJP ആണെങ്കിൽ BJP-യുടെ വോട്ട് നല്ലതുപോലെ കുറഞ്ഞു. ആ വോട്ട് അതിന് ഗുണഭോക്താവ് ആരാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കും. ഞാനിപ്പോഴും ഒരു ആരോപണം ഉന്നയിക്കുന്നൊന്നുമില്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. അത് കണക്കൂട്ടിയില്ല. അത് നിങ്ങളല്ലേ കണക്കൂട്ടുണ്ട്, നമ്മളെങ്ങനെയാണ് കണക്കൂട്ടേണ്ടത്? ഞാൻ പറഞ്ഞത് ഈ ഭൂരിപക്ഷത്തിൻ്റെ വർധനവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെയും പ്രത്യേകിച്ച് SDPI-യുടെയും വോട്ടാണ്. SDPI-ക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ്. സർക്കാർ വിരുദ്ധ വിലയിരുത്തലായിട്ടില്ലല്ലോ, എവിടെയായിട്ടില്ല. സർക്കാർ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിരുദ്ധയാണോ? ഇവിടെ സർക്കാരിൻ്റെ വിലയിരുത്തലെന്നാൽ ഇവിടെ പറയേണ്ട കാര്യം? അത് സർക്കാരല്ലേ പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെൻറ് വിരുദ്ധ വികാരമോ ഗവൺമെൻറ്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല. അതാണ്. ഒരു ക്ലാരിറ്റിക്ക് വയ്ക്കുകയാണ്. അതായത് ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭൂരിപക്ഷം കൂടി അവിടെ മാഷ് പറയുന്നുണ്ട് ഈ രണ്ട് വർഗീയതയും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് വിജയത്തിന് കാരണമായത്. അപ്പോൾ BJP കൃത്യമായി വോട്ട് മറിച്ചു എന്നുള്ളതാണ് മാഷ് പറയുന്നത്. അത് പരിശോധിക്കേണ്ടതാണ്. കാരണം മുനിസിപ്പാലിറ്റിയിൽ നല്ലതുപോലെ വോട്ട് കോൺഗ്രസ്സിന് വർദ്ധിക്കുകയും BJPക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് പരിശോധിച്ച് നോക്കണം. സംശയം CPM -നുണ്ട്, വോട്ട് മറിച്ചു. അത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ സംശയമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അത് ഉറപ്പിക്കുക. വോട്ട് മറച്ചു എന്നല്ലേ പറയുന്നത്? CPM അത് ഉറപ്പിക്കുക. അതായത് വോട്ട് മറഞ്ഞിട്ടുണ്ട്. അത് എന്ത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അതെങ്ങനെയാണെന്നുള്ളത് പറയാൻ സാധിക്കുന്നതല്ല. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ, മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ വോട്ട് നല്ലപോലെ കുറഞ്ഞു. ആ കുറഞ്ഞ വോട്ട് പരമാവധി കിട്ടുന്നതായിരിക്കുക. BJPയുടെ തകർച്ച ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. RSS പിന്നെന്താ സംശയം? BJPയുടെ തകർച്ച എവിടെയായാലും ആഹ്ലാദകരമാണ്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ UDF, ജമാഅത്തെ ഇസ്ലാമിയെ, SDPI, BJP കൂടെ ചേർത്ത് ഇട്ടുകയാണോ ഒരേപോലെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മാത്രം എടുത്താൽ മതി. ഭൂരിപക്ഷം ന്യൂനപക്ഷ വർഗീയത, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു യോജിപ്പ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ കാരണം രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM ഇടതുപക്ഷവുമാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു എന്നാണ്. കോൺഗ്രസും അത് തന്നെയാണ് പറയുന്നത്, BJPയും അത് തന്നെയാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ഐക്യധാരയുടെ അടിസ്ഥാനം. അത് സൈനിൻ്റെ വോട്ടൊന്നും കുറഞ്ഞില്ലല്ലോ. സൈനിൻ്റെ വോട്ട് കിട്ടിയല്ലോ, അതിലധികം കിട്ടില്ലേ? അല്ലല്ല, പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വോട്ട് കൂടുക ഇത്. ആ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നോക്കം പോക്കും പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. നല്ല രീതിയിലുള്ള മുന്നോക്കം തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമത്തെ സ്ഥാനത്തേക്ക് പോകുമ്പോഴും ഞങ്ങളും BJPയും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ്. 10,000 കണക്കിന് വോട്ടിൻ്റെയാണ്. ഇപ്പോൾ 3000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വളരെ വേഗം ഞങ്ങൾ അവിടെ മെയിൻ സ്ട്രീമിലേക്ക് മത്സരരംഗത്തേക്ക് വരാൻ ശേഷിയുള്ള മുന്നണിയായിട്ട് മാറും. അപ്പോൾ ഞങ്ങൾ പരസ്പരം മത്സരിക്കും. പരസ്പരം മത്സരിച്ചാൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതാ കാര്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകര പാലക്കാട് ഡീൽ ഉണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആ നിലപാട് ഇപ്പോഴും ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ? അത് ആദ്യം മുതലേ പറഞ്ഞ കാര്യമാണല്ലോ ഉണ്ട്. അത് പല രീതിയിലാണ് വരിക. ഡീൽ എല്ലാ ഡീലും എങ്ങനെയാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. അതാ സന്ദർഭം നോക്കിയിട്ടില്ലേ അതിൻ്റെ ഫലപ്രദമായ ഇടപെടൽ എങ്ങനെ നടത്തിയെന്ന് മനസ്സിലാക്കുക. നോക്കാം നമുക്ക്. ഞങ്ങൾ ഈ മൂന്നും ജയിച്ചാലേ തൃപ്തിയാവുള്ളൂ. ഞങ്ങൾ മുന്നോട്ടേക്ക് വരികയും ചെയ്തു. BJP നല്ലപോലെ പിന്നോട്ടേക്ക് പോവുകയും ചെയ്തു. ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് അഡ്വാൻസ് ചെയ്യുന്നു. പിന്നെ സംതൃപ്തിയാവുക എന്ന് പറഞ്ഞാൽ 3 മണ്ഡലവും 3 പാർലമെൻറ്റ് മണ്ഡലവും അസംബ്ലി മണ്ഡലമെല്ലാം ജയിക്കണം. അന്നേരം സംതൃപ്തിയാവുള്ളൂ, അല്ലെങ്കിൽ സംതൃപ്തിയാവുള്ളൂ. ഒരു വികാരമില്ല, ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല. അതെല്ലാം VD സതീശൻ്റെയും അതുപോലെ തന്നെ K സുരേന്ദ്രൻ്റെയും ഒക്കെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ജനങ്ങൾക്കിടയിൽ അതൊന്നുമില്ല. ഒരു സംശയമില്ല. 2ാം ടേമും കഴിഞ്ഞ് 3ാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ്. അതിന് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസിൻ്റെ വോട്ട് അവിടെ കുറേ ചെയ്തു. പാർലമെൻറ്റിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ 2,000-3,000 വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന് എന്തോ വലിയ വോട്ട് കിട്ടിയെന്നാണല്ലോ ഇപ്പം VD സതീശൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വോട്ട് കുറേ ചെയ്തു ചേലക്കര.